നമസ്കാരം, ടാരോട്ട് വേൾഡിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് പാത്തിൽ ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ എങ്ങനെയാണ് നമ്മളതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ടാരോട്ട് കാർഡുകളിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ട് കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ കാർഡ് റിവീൽ ചെയ്യാണ്. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു 5 ഓഫ് വാൺസ് ആണ്. അതുപോലെ സെക്കൻഡ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് വാൺസ് ആണ്. ഇത് രണ്ടും ഒരു ഫയറിൻ്റെ യാത്രയാണ്, അതായത് നമ്മുടെ പാഷൻ്റെ ഒരു യാത്രയാണ്, ഫയർ എനർജിയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഓവറോൾ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഒരു ബ്ലോക്കേജ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള വ്യക്തികളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം കൊണ്ടുപോകാനായിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു പാഷനേറ്റായ ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാമെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നൊരവസ്ഥയാണ് ഇത്. ഓക്കെ, അങ്ങനെ അറ്റൈൻ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പല ഭാഗത്തു നിന്നും വെല്ലുവിളികൾ വരും അല്ലേ. ചിലപ്പോൾ നമ്മൾ അറിയുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെയായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കേജ് അവസ്ഥയാണ്. അതായത് നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള യാത്ര നിങ്ങൾക്ക് ബ്ലോക്കായി നിൽക്കുന്നൊരവസ്ഥയാണ്. ഓക്കെ, ഈ അവസ്ഥയെ മറികടന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിലൊരു വിജയം ഉണ്ടാവുള്ളൂ. വിജയം ഉണ്ടാവാനും അതുപോലെ ഒരു റെക്കഗ്നിഷൻസ് ഉണ്ടാവാനും ഒരു ഉയർച്ച ഉണ്ടാവാനും ഒക്കെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ മറികടന്നേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് എന്ത് എനർജീനെയാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത് ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ കാർഡ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരെ കേൾക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് ആൾക്കാരുടെ സജഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അല്ലേ. അതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ ഹോൾഡ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. പരമാവധി കാര്യങ്ങളെ ഡെലിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊരു കൂളായിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതായത് തുടക്കത്തിൻ്റെ സമയത്ത് നമുക്ക് എന്തായാലും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ കടന്നു പോയേ പറ്റുള്ളൂ. അപ്പോൾ ഒരു മിതത്തിൽ പോകാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് മൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു മിതത്വം, ഒരു എന്താ പറയുക, എല്ലാത്തിലും ഒരു ഹരിവരിയായിട്ട് എല്ലാം കയറി പിടിക്കാണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ മുന്നോട്ട് പോവുക. അതിലൊരു ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ അറ്റൈൻ ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് കിടക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനും അതിലൊരു വിജയം ഉണ്ടാക്കാനും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഗൈഡൻസാണ്, ഇങ്ങനൊരു ഗൈഡൻസാണ് ടാരോട്ട് കാർഡുകൾ വഴി നമുക്ക് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡാണ്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡ് ആവശ്യമാണെങ്കിൽ തീർച്ചയായും അത് കരിയർ ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഈ അത് റിലേറ്റഡ് ആയിരിക്കാം. ഇത് തന്നെയാണെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണൽ റീഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്കൊരു ഗൈഡൻസ് തരാൻ പറ്റും. ഓക്കെ, ടാരോട്ട് കാർഡ് എപ്പോഴും ഒരു ഗൈഡൻസ് ആണ് തരുന്നത്. ഓക്കെ, നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഒരു ബ്ലോക്കായി നിൽക്കുമ്പോൾ ടാരോട്ട് ഒരു കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കൊരു മെൻ്റൽ റിലീഫും ഒരു പുതിയ വഴി, ഒരു പക്ഷേ അത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് അറിയാനും ഒക്കെ പറ്റും. ഓക്കെ, ഇതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.